മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച് 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു. കൂടാതെ ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് മൊബൈൽ ലാബ് വഴി 56 സാമ്പിളുകൾ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവേ സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം കർശനമായ പരിശോധനകൾ തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ VS ഇന്ദു അറിയിച്ചു.